ഇറാൻ, ഇസ്രായേൽ, ലബനൻ എന്നിവിടങ്ങളിലേക്ക് പൗരന്മാരുടെ യാത്ര വിലക്കി ഫ്രാൻസ്. ഇസ്രായേലിനെതിരായ ഇറാൻ ആക്രമണ സാധ്യത മുൻനിർത്തിയാണ് നിർദ്ദേശം. പൗരന്മാർ ഇസ്രായേലിൽ നിന്ന് മടങ്ങണമെന്നും ബ്രിട്ടനും ആവശ്യപ്പെട്ടു. സുരക്ഷാ വിഭാഗങ്ങളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ന് ആശയവിനിമയം നടത്തും. MCA നാസർ വിവരങ്ങൾ നൽകും. MCA, എന്താണിപ്പോൾ മേഖലയിലെ സാഹചര്യം? ഈ ഇറാൻ ഇസ്രായേൽ ഒരു സംഘർഷം വളരെ പെട്ടെന്ന് ഉണ്ടാകാനുള്ളൊരു സാധ്യത എങ്ങനെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട്? എങ്ങനെയാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം ഇപ്പോൾ? സൈഫുദ്ദീൻ, നമുക്കറിയാൻ സാധിക്കും, നേരത്തെ സിറിയൻ തലസ്ഥാനമായിട്ടുള്ള ദമസ്കസിൽ ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം നടന്നിരുന്നു. 7 പേർ MCA പറയാം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന നിലയ്ക്ക് ഇറാൻ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, US സെൻട്രൽ കമാൻഡിന്റെ മേധാവി കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെത്തിയിരുന്നു. ഇറാന്റെ ഭാഗത്തുനിന്ന് നടക്കുന്ന ചില മുന്നൊരുക്കങ്ങൾ ഏത് സമയവും ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ബലപ്പെടുത്തുന്നതായിട്ടാണ് അമേരിക്ക ഔദ്യോഗികമായി തന്നെ ഇസ്രായേലിനെ അറിയിച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് തങ്ങൾ ഏത് വിധത്തിലുള്ള ഒരു ആക്രമണത്തെയും നേരിടാൻ ഒരുക്കമാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഇറാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ വ്യാപകമായ തോതിൽ തന്നെ ഇറാനെതിരെ കടന്നാക്രമണം ഉണ്ടാകുമെന്ന് കൂടി ഇസ്രായേൽ നേതൃത്വം, സൈനിക രാഷ്ട്രീയ നേതൃത്വം ഒരുപോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് യാത്രാവിലക്ക് സ്വഭാവത്തിലുള്ള ചില മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. അതിൽ ബ്രിട്ടൻ നൽകിയിരിക്കുന്നത് പരമാവധി ഇപ്പോൾ ഇസ്രായേലിലുള്ള എല്ലാ ബ്രിട്ടീഷ് പൗരന്മാരോടും അത്യാവശ്യമല്ല എങ്കിൽ അവർ അടിയന്തരമായി തന്നെ ബ്രിട്ടനിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനിലുള്ള അവരുടെ എംബസി ജീവനക്കാരോട് എത്രയും പെട്ടെന്ന് തന്നെ അവരോടും മടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സ്ഥിതിഗതികൾ സ്വാഭാവികമായിട്ടും സംഘർഷഭരിതമായി തന്നെ തുടരുകയാണ്. അതേസമയം ആശയവിനിമയങ്ങൾ സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇറാനും തമ്മിൽ അനൗപചാരിക സ്വഭാവത്തിൽ തുടരുന്നുണ്ട്. ഏതെങ്കിലും നിലക്കുള്ള ഒരു യുദ്ധവ്യാപ്തിയിലേക്ക് നീങ്ങുന്ന നടപടി ഉണ്ടാകരുതെന്നാണ് അമേരിക്ക ഔദ്യോഗികമായിട്ട് ഇറാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മേഖലയിലെ മറ്റു രാജ്യങ്ങളുമായിട്ടും അമേരിക്ക US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയവും കൂടിക്കാഴ്ചകളും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സൈഫുദ്ദീൻ. ശരി, MCA നാസറാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും ഒടുവിലുള്ള യുദ്ധ സാഹചര്യം വിശദീകരിച്ചത്.